ശരിക്കാ നമസ്കാരം. നമസ്കാരം. ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് തോന്നുന്നൊരു വിഷയം, അതെ, കാരണം നമ്മുടെ കേരളവും മാറിക്കൊണ്ടിരിക്കുകയാണോ എന്നൊക്കെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഫേസ്ബുക്കിലൊക്കെ വരുന്ന കമൻറ്റുകൾ കാണുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസമാണ് കോഴിക്കോട് ഒരു അനാശാസ്യ കേന്ദ്രം എന്നാണ് മാധ്യമങ്ങൾ പേരിട്ട് വിളിക്കുന്നത്. അത് അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. എനിക്കങ്ങനെയുള്ള ഒരു അഭിപ്രായം ഇല്ല എന്നാണ്. 11 പേരെയോളം അല്ലെ സ്ത്രീകളും പുരുഷന്മാരും അടക്കമുള്ള ആളുകൾ, 9 സ്ത്രീകൾ ഈ കേന്ദ്രം നടത്തിപ്പുകാരി അടക്കമുള്ള 9 പേരെ അറസ്റ്റ് ചെയ്തു. അതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ ഇപ്പോൾ തുടരുന്നുണ്ട്. ഉന്നത ആളുകളൊക്കെ, പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ ഇവിടെ വന്നു പോവാറുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഇതിനെ താഴെ വരുന്ന കമൻറ്റുകൾ പൂർണ്ണമായും ഇതിനെ, അതായത് അനാശാസ്യ കേന്ദ്രം എന്ന് പറയാൻ പാടില്ല, ഇത്തരം കാര്യങ്ങളൊക്കെ ആവശ്യമാണ് സമൂഹത്തിന് എന്നൊക്കെയാണ് പറയുന്നത്. മലയാളികളാണ് കമന്റ് എടുത്തത്. അപ്പൊ എന്താണ് തോന്നുന്നത്, നമ്മുടെ കേരളം മാറുകയാണോ, അതൊരു നല്ല മാറ്റമാണോ? തീർച്ചയായിട്ടും. കാരണം അങ്ങനെ മാറി ചിന്തിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. ഇപ്പോഴെങ്കിലും ചിന്തിക്കാൻ തുടങ്ങിയതിന് അവരോട് സ്തുതി പറയുന്നത്. കാരണം വേറൊന്നുമല്ല, ഈ ലൈംഗികത എന്ന് പറയുന്ന സംഭവം അത് ഓരോരുത്തരുടെ സ്വകാര്യമായിട്ടുള്ള ഇഷ്ടമാണ്, ആനന്ദമാണ്. അത് കൊടുക്കാതിരിക്കാൻ, പൈസ മേടിക്കാതിരിക്കാൻ. നമ്മുടെ നാട്ടിൽ പ്രോസ്റ്റിറ്റ്യൂഷൻ നിയമവിരുദ്ധമല്ല, നിയമവിധേയമാണ്. പക്ഷേ അത് പൈസ മേടിച്ച ഒരാൾ സിംഗിളായിട്ട് ചെയ്യുമ്പോഴാണ് അത് അനാശാസ്യവും പെൺവാണിഭമൊക്കെ മാറുന്നത്. ശരിയാണ്, വിമൻ ട്രാഫിക്കിംഗ് അവരുടെ നിർബന്ധമല്ലാതെ അവരെ തട്ടിക്കൊണ്ടു പോവുകയോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ 15 വയസ്സിൽ താഴെയുള്ള കുട്ടികളെയൊക്കെ വെച്ച് ഉപയോഗിക്കുന്നത് ചെയ്യുന്നത് തീർച്ചയായിട്ടും കർശന നിയമ നടപടികൾ വേണം. അത് ഈ പറയുന്ന പോലെ പ്രായപൂർത്തിയായ ഒരു സ്ത്രീക്കും പുരുഷനും പരസ്പര സമ്മതത്തോടെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാം. അത് ഇപ്പോൾ ഷിജിത്തെ, ഞാനെന്ന് പറയട്ടെ, ഈ അനാശാസ്യം എന്ന് പറഞ്ഞ് ഇവരിപ്പോൾ വലിയ കൊട്ടിഘോഷി കൊണ്ട് വരുന്നുണ്ടല്ലോ. നമ്മുടെ നാട്ടിൽ എല്ലാ ജില്ലകളിലും അല്ലെങ്കിൽ എല്ലാ പഞ്ചായത്തുകളിലും ഈ ബ്രോത്തൽസ് അല്ലെങ്കിൽ ഈ വേശ്യാലയങ്ങൾ നിയമവിധേയമാക്കിയാൽ എത്രമാത്രം കുഞ്ഞുങ്ങൾ രക്ഷപ്പെട്ടു പോകും. എന്തുകൊണ്ടാണ് നമ്മുടെ രാജ്യം അതിനെക്കുറിച്ച് ചിന്തിക്കാത്തത്? മുംബൈയിലും കൊൽക്കത്തയിലും ഒഴിച്ചാൽ, അതായത് അതിനകത്ത് അവരുടെ നിയമങ്ങളാണ്. മറ്റ് സംസ്ഥാനങ്ങളിലൊന്നും തന്നെ നിയമവിധേയമായിട്ട് ഇതൊന്നും നടക്കാൻ സമ്മതിക്കത്തില്ല. എന്തുകൊണ്ട് സമ്മതിക്കുന്നില്ല? അതുകൊണ്ടാണല്ലോ ഒളിച്ചും പാത്തും ഇന്ത്യക്കാർ. സർക്കാർ അതിനെക്കുറിച്ച് ആലോചിക്കണം. തീർച്ചയായിട്ടും ഈ കോൺസ്റ്റിറ്റ്യൂഷൻ പെട്ടെന്ന് തുടങ്ങാമായിരുന്നു. നമുക്ക് ഈ സെക്സ് വർക്കേഴ്സ്, നമ്മുടെ നാട്ടിൽ ഇഷ്ടംപോലെ സെക്സ് വർക്കേഴ്സ് ഉണ്ട്. നമുക്കറിയാം, ഏത് ജില്ലകളിൽ ചെന്നാലും ഏത് ബസ് സ്റ്റാൻഡിൽ ചെന്നാലും ഇവരെ എവിടെയൊക്കെ കാണാം. അതുങ്ങൾ വഴി നിന്ന് വെയിൽ കൊണ്ടും ഈ പറയുന്ന പോലെ മഴയത്തായാലും വെയിലത്തായാലും നിന്ന് ഒരുമാതിരി പോലീസുകാരുടെ ചീത്തയും കേട്ടുകൊണ്ട് നാട്ട് അല്ലെ ഏറ്റവും തുച്ഛമായ നിരക്കിൽ സർക്കാർ തന്നെ ഇവരെ പറയുന്ന ലൈംഗിക തൊഴിലാളികൾ. അപ്പോൾ ഇപ്പോൾ 100 രൂപയ്ക്ക് ചെന്നാലും അവരുടെ നിവൃത്തികേടുകൊണ്ട് അവർക്ക് പോകേണ്ടി വരും. അങ്ങനെ പാടില്ല. അവർക്ക് കൃത്യമായ വേതനം കിട്ടുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. ആരോഗ്യ പരിരക്ഷ, ഈ ഫീൽഡിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് തിങ്ങുന്നു പറഞ്ഞാൽ ആരോഗ്യ പരിരക്ഷയാണ്. അവർക്ക് ഇപ്പോൾ ആൾക്കാർ ഗർഭനിരോധന ഉറകൾ ഉപയോഗിക്കാത്ത ആൾക്കാരുണ്ട്. അങ്ങനെയാണ് മാറാ രോഗങ്ങൾ പിടിപെടുന്നത്. അതിനൊക്കെ കൃത്യമായ നിഷ്കർഷ വയ്ക്കുക. കൃത്യമായ അപ്പം എത്ര പൈസ കൊടുക്കുക. അതോടൊപ്പം തന്നെ എക്കാലവും ഇത് ചെയ്യാൻ പറ്റില്ലല്ലോ. പ്രായമായി കഴിഞ്ഞാൽ അവർക്ക് പെൻഷൻ റെഡിയാക്കി കൊടുക്കണമെന്ന്. കോഴിക്കോട്ടെ ഈ കേന്ദ്രവുമായി ബന്ധപ്പെട്ട വാർത്തകൾക്ക് താഴെ വരുന്ന കമന്റുകളിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു 90% ഇതിനെ അംഗീകരിച്ചുകൊണ്ടാണ്. പണ്ടൊക്കെയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു കേന്ദ്രം പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ എന്തിനാണ് ഇങ്ങനെ സ്ത്രീകൾ ഇങ്ങനെ ജീവിക്കുന്നത് എന്നൊക്കെ ചോദിച്ചു വരുന്ന ആളുകളുണ്ടായി. അല്ലെങ്കിൽ അത്തരത്തിലൊരു തലമുറ മാറ്റം ഇതിലേക്ക് വന്നു എന്നുള്ളതാണ് ആലോചിക്കുന്നത്. തീർച്ചയായും. കാരണം ഇത് ഇപ്പോൾ നമുക്കറിയാം, ഒളിഞ്ഞും തെളിഞ്ഞും, പ്രത്യേകിച്ച് ഒളിഞ്ഞും തെളിഞ്ഞും ഒക്കെ ഇഷ്ടംപോലെ ആൾക്കാർ ഈ പ്രവൃത്തി ചെയ്യുന്നുണ്ട്. അതോടൊപ്പം എല്ലാവർക്കും സമ്മതമാണ് ചെയ്യാൻ. ഇതിന്റെ മറ്റൊരു വശമില്ലേ ശരിയാ, പല കുടുംബ ബന്ധങ്ങളും തകരുന്നതും ഇത്തരത്തിൽ അവിഹിതം, അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ലൈംഗികതയാണ്. കഴിഞ്ഞ ദിവസം തന്നെ ഞാനൊരു വാർത്ത വെച്ചു, തൃശ്ശൂരിലൊരു ഭാര്യയെ ഭർത്താവ് വെട്ടിക്കൊന്നു. അതായത് ഈ ഭാര്യ ചെറിയൊരു ജോലി, ടെക്സ്റ്റൈൽസിൽ ജോലി ചെയ്യുന്നുണ്ട്. അവർ ബസ്സിൽ പോകുന്നു, പകുതിയിൽ വെച്ച് ബസ് ഇറങ്ങി മറ്റൊരാളുടെ കൂടെ. പക്ഷെ ജാരെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അവർ തമ്മിൽ ഭർത്താവ് ചിന്തിച്ചത് അതിലിപ്പോഴും സംശയ രോഗമാണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ വരുന്നതും ഈ ലൈംഗികതയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിൽ ലൈംഗിക ദാരിദ്ര്യം ഉണ്ട് എന്ന കാര്യത്തിൽ 100% ഉറപ്പാണ്. അതുകൊണ്ടാണല്ലോ കുഞ്ഞുങ്ങളെ പോലും വെറുതെ വിടാത്ത കാമവീരന്മാരുള്ളത്. സത്യത്തിൽ ഇങ്ങനൊരു സംഭവം തുടങ്ങിക്കഴിഞ്ഞാൽ, അതായത് ഈ എല്ലായിടത്തും ഈ പ്രോസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ബ്രോത്തൽസ് തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പരിധി വരെ ഈ കുഞ്ഞുങ്ങളെങ്കിലും ഈ ഒരു കാമവെറിയിൽ നിന്ന് രക്ഷപ്പെടും. കാരണം ഇത്ര റേറ്റ്, ഇത്ര നിരക്കെന്നൊക്കെ വെച്ചിട്ട് എന്തായാലും ഒരു പ്രൊഫഷണലായിട്ട് രാജ്യത്തെ പല നഗരങ്ങളിലും ഉണ്ട് ഈ ഒരു സംവിധാനം. അതായത് മുംബൈയിലും കൊൽക്കത്തയിലും എനിക്ക് തോന്നുന്നു അവരുടെ നിയമത്തിലാണ്. ഇപ്പം കാമാത്തിപുരയൊക്കെ അവരുടെ നിയമമാണ്, അല്ലാതെ അവർക്ക് മാത്രം പ്രത്യേകം കൊടുത്തിരിക്കുന്ന മഹാരാഷ്ട്ര സർക്കാരിന്റെ നിയമം. ഗോവയിൽ എനിക്ക് അറിഞ്ഞുകൂടാ അതിനെക്കുറിച്ച്. പക്ഷേ വിമൻ ട്രാഫിക്കിങ്ങിൽ നിരോധിച്ചിരിക്കുകയാണല്ലോ. വിമൻ ട്രാഫിക്കിംഗ് പോട്ടെ, ഈ പ്രോസ്റ്റിറ്റ്യൂഷൻ, ഈ ബ്രോത്തൽസ് നിരോധിച്ചിരിക്കുക. അത് എന്തുകൊണ്ടാണ് എനിക്ക് മനസ്സിലായത്. അതുകൊണ്ടാണല്ലോ മസാജ് പാർലറിന്റെ മറവിലും ബ്യൂട്ടി പാർലറിന്റെ മറവുകളിലും ഈ പറയപ്പെടുന്ന പഞ്ചകർമ്മയുടെ മറവിലും ഇങ്ങനെയുള്ള പരിപാടികൾ മറ്റുള്ള സംസ്ഥാനങ്ങളെ പറയുമ്പോഴേ
മലയാളി പൊതുവിൽ ഭയങ്കര സദാചാരവാദിയാണെന്നൊക്കെ പറയും. അതിനൊരു കുറവില്ല, അത് കൂടിക്കൊണ്ടിരിക്കുക. പക്ഷെ എവിടെ ചെന്ന് നോക്കിയാലും നമ്മുടെ ഈ നല്ലൊരു സ്ത്രീയുടെ ചിത്രത്തിന് താഴെ കമന്റ് ഇടാൻ അവിടെ മലയാളികൾ ഉണ്ടാവും. തീർച്ചയായിട്ടും സദാചാരവാദം എന്ന് പറയുന്നത് മലയാളിയുടെ ഒരു മുഖംമൂടിയാണ്. അതെ, തീർച്ചയായിട്ടും മുഖംമൂടിയാണ്. ഇത് ഞാനൊന്ന് ചോദിക്കട്ടെ, ഇതിപ്പം നമ്മൾ ഈ തുണി ഉടുക്കുന്നതുകൊണ്ടാണ് നമുക്ക് നാണം വരുന്നത്. നമ്മളെല്ലാവരും ജന്മം തൊട്ട് ഇങ്ങനെ തുണി ഇല്ലാതെ നടക്കുവാണെങ്കിൽ നമുക്ക് നാണം എന്താണെന്ന് അറിയില്ലല്ലോ. ഇപ്പോൾ ആദാവുക അവിടെ കേസ് ആപ്പിൾ കടിച്ചുകൊണ്ടാണ് നാണം എന്ന വികാരം എന്നു പറയുന്നത്. പകരം നമുക്കിപ്പോൾ കോമൺ ആയിട്ട് ഇപ്പോഴത്തെ ഒരു ജനറേഷൻ ഇത് പറയുമ്പോൾ ഒരു നാണക്കേട് ഉണ്ടാവുമായിരിക്കും. പക്ഷേ നമ്മുടെ ഈ വളർന്നു വരുന്ന തലമുറയ്ക്ക് ഒരു പക്ഷേ ഇനി ഒരു ബ്രോതൽസിൽ പോകുന്നതിനോട് അല്ലെങ്കിൽ ഇങ്ങനൊരു പ്രോസ്റ്റിറ്റ്യൂഷൻ ചെയ്യുന്നതിനോട് ഒരു നാണക്കേട് ചിലപ്പോൾ അങ്ങനെ ആൾക്കാരെ സമീപിക്കുന്നതിനോ ഒരു പക്ഷേ ഒരുമിച്ചിരുന്ന് അവരോട് ഭക്ഷണം കഴിക്കുന്നതിന് ഒരു നാണക്കേട് തോന്നത്തില്ല. അതൊന്ന് ശീലമാക്കി കഴിഞ്ഞാൽ, കാരണം അവർ ഒരുപാട് സമൂഹത്തിൻ്റെ പല തുറകളിൽ ഒരുപാട് വിഷമങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അവർ ഇപ്പോൾ പറഞ്ഞാൽ നളിനി ജമീലയൊക്കെ പോലുള്ള അവരനുഭവിച്ച പീഡനങ്ങളെക്കുറിച്ചൊരു പുസ്തകങ്ങൾ എഴുതി കഴിഞ്ഞാൽ നമ്മുടെ കണ്ണ് തള്ളിപ്പോവും. ആ പരുവത്തിനുള്ള ലൈംഗിക രോഗികളാണ് അവരടിക്ക് ചെന്നുകൊണ്ടിരുന്നത്, അതായത് കാമവിറയന്മാരാണ് ചെന്നുകൊണ്ടിരുന്നത്. അത്രയും പീഡനങ്ങൾ, അതിനേക്കാളും മാരമായ പീഡനങ്ങൾ കാമാത്തിപുരയിലും കൊൽക്കത്തയിലെ ഈ പറയുന്ന പോലെ വേശ്യാത്തെരുവുകളിലുമൊക്കെ അനുഭവിക്കുന്നുണ്ട് ആൾക്കാർ. നമ്മുടെ കേരളത്തിൽ തന്നെ എത്ര ഓരോ നിമിഷം, ഇപ്പോൾ ഞാനും ഷിജിത്തും ഈ ചർച്ച ചെയ്യുമ്പോൾ പോലും എത്രയോ പെൺകുട്ടികൾ പീഡിപ്പിക്കപ്പെടുന്നു അവനവൻ്റെ വീടുകളിൽ. ഇതൊക്കെ ലൈംഗിക ദാരിദ്ര്യം കൊണ്ട് തന്നെയാണ് ഇത് സംഭവിക്കുന്നത്. എല്ലാവരെയും നമുക്ക് മാനസിക രോഗികളെന്ന് തള്ളാൻ പറ്റില്ലല്ലോ. ഇത് നമ്മൾ ഈ ചർച്ചയ്ക്ക് ഇരിക്കുന്നതിന് തൊട്ട് മുമ്പ് വായിച്ചൊരു വാർത്തയാണ് ഓർമ്മയിലേക്ക് വരുന്നത്. 6 വയസ്സുകാരി ഓട്ടിസം ബാധിച്ച 6 വയസ്സുകാരി മരണപ്പെട്ടു. ആ പിഞ്ചുകുട്ടി പോലും ലൈംഗിക പീഡനത്തിന് ഇരയായി എന്നാണ് വാർത്ത വരുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം 2 ആഴ്ച ആയില്ല അതിന്റെ മുറിവുണങ്ങിയിട്ട് ഒരു കുഞ്ഞിനെ എറിഞ്ഞു കൊന്നത്. 3 വയസ്സുകാരി, 4 വയസ്സ് തികഞ്ഞിട്ടില്ല അവർക്ക്. 1.5 വർഷമായിട്ട് അവളെ അവന്റെ അച്ഛന്റെ അനിയൻ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുക. ഇതൊക്കെ ആദ്യം ആ അമ്മയെ കുറ്റം പറഞ്ഞു. പിന്നീട് ഞാൻ ചിന്തിച്ചപ്പോൾ ചിലപ്പോൾ ആ അമ്മയുടെ മാനസിക തെറ്റിപ്പോയിട്ടുണ്ടാവാം, നമുക്കറിയില്ല അതിനെ കുറിച്ചൊന്നും. എനിവേ നിശ്ചയമായിട്ടും എൻ്റെ ഒരു അഭിപ്രായത്തിൽ എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിൽ വേശ്യാലയങ്ങൾ അല്ലെങ്കിൽ ബ്രോത്തൽസുകൾ നിയമവിധേയമാക്കുകയും അതുണ്ടാവുകയും ചെയ്യട്ടെ. അങ്ങനെയെങ്കിലും നമ്മുടെ സമൂഹത്തിൽ വരുമാനം, യെസ്, ഇപ്പൊ ബിവറേജ് പോലെ തന്നെ ബ്രോത്തൽസിനും ഇഷ്ടംപോലെ, എന്തായാലും ഉറപ്പായിട്ടും അത് പൊട്ടത്തില്ല, 100% ഉറപ്പാണ്, 100% വിജയമായിരിക്കും. പിന്നെ അതിന്റെ ഒരു ജാള്യതയല്ലേ, ആ മുണ്ടിട്ട് പോകുക, അത് കുറച്ച് കഴിയുമ്പോൾ അങ്ങ് ശരിയായിക്കോളും. ഇപ്പൊ ആർക്കും മടിയില്ലല്ലോ. വേണമെങ്കിൽ പിന്നീട് ഒരു ഈ സൊമാറ്റോ, സ്വിഗ്ഗി ഒരു ആപ്പൊക്കെ തുടങ്ങി കഴിഞ്ഞാൽ അതെ അതെ, അടിപൊളിയായിരിക്കും. അത് ആപ്പുകൾ ഇപ്പോൾ ഒളിപ്പിച്ചാണ് തുടങ്ങുന്നത്. അതിന് പകരം ഡയറക്റ്റ് സർക്കാർ ലൈസൻസി ആയിട്ടുള്ള ആപ്പുകൾ തുടങ്ങട്ടെ. എന്തായാലും ഭാവിയിൽ പറഞ്ഞ പോലെ സർക്കാർ, ഇനി വരുന്ന സർക്കാരുകളൊക്കെ ഇതിനെക്കുറിച്ച് ആലോചിക്കട്ടെ. കാരണം അത്തരത്തിലാണ് നമ്മുടെ സമൂഹം മാറിക്കൊണ്ടിരിക്കുന്നത്. കാരണം പണ്ട് ഒരു അനാശ്വാസ കേന്ദ്രമൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ ആ നടത്തിപ്പുകാരെ കുറിച്ചും അവിടെ പോയ ആളുകളെ കുറിച്ചൊക്കെ കമന്റ് ഇടുന്ന ആളുകൾ ഇപ്പോൾ നേരെ തിരിച്ചാണ് ഇടുന്നത്. എന്തുകൊണ്ട് ഇത് നടത്തിക്കൂടാ, അവരാരെയും കൊന്നിട്ടില്ലാലോ? തീർച്ചയായിട്ടും. അതുകൊണ്ട് തന്നെ ഇനി നിയമങ്ങൾ മാറണം. നമ്മുടെ കുഞ്ഞുങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്, നമ്മുടെ അമ്മമാരെയും നമ്മുടെ യുവതികളെയും രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള നിയമങ്ങൾ പ്രത്യേകിച്ചും ഇതൊക്കെ നിയമവിധേയമാക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. തീർച്ചയായും.